ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മനോഹരൻ പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാണ്. ചന്ദ്രികയെ നീ അടിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയപ്പോൾ തന്നെ എല്ലായിടത്തും കറണ്ട് പോയി. അപ്പോൾ ലക്ഷ്മിയും ചന്ദ്രികയും സിദ്ധുവും ഒക്കെ പരസ്പരം നോക്കുകയാണ്. അയ്യോ, കറണ്ട് പോയല്ലോ. മോളെ, ഞാൻ മെഴുകുതിരി കൊണ്ടുതരാം. ശരിയാച്ചാ. അങ്ങനെ അവർ എല്ലായിടത്തും മെഴുകുതിരി കത്തിച്ചു വെച്ചു. ഇതാ ചേച്ചി, ഇതാ ചേച്ചി, ഇതാ എന്ന് പറഞ്ഞ് സിദ്ധു ഓരോരുത്തർക്കും മെഴുകുതിരി കത്തിച്ചു കൊടുക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യും എല്ലാവരും, 10 മിനിറ്റിനകം കറണ്ട് വരും. അപ്പോഴാണ് സിദ്ധുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്കിളെ, പുറത്തെല്ലായിടത്തും കറണ്ട് ഉണ്ടല്ലോ, പിന്നെ ഇവിടെ മാത്രം എന്താ കറണ്ട് ഇല്ലാത്തത്? ശരിയാണല്ലോ. അതെ, ഫീസെങ്ങാനും പോയോ നോക്കാം. ശരി വാ നമുക്ക് നോക്കാം. അങ്കിളെ, ഫീസെല്ലാം കറക്റ്റാണല്ലോ. അങ്കിളെ, ആരോ മെയിൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതാ അങ്കിളെ, മെയിൻ ഓഫ് ആക്കിയിട്ടാണുള്ളത്. ഇതാരോ ഒപ്പിച്ചതാണല്ലോ പരിപാടി. മഹേന്ദ്ര സാർ വന്ന് പറയാണ്, ഇനി ആരും താമസിക്കണ്ട, എല്ലാവരും വർക്ക് പെട്ടെന്ന് ചെയ്തോളൂ. എല്ലാവരും ധൃതി പിടിച്ച് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് യൂണിഫോം. അപ്പോഴാണ് ഓണറുടെ കോൾ വരുന്നത്. അപ്പോൾ ചന്ദ്രിക കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹലോ, നമസ്കാരം സാർ. എന്താ ചന്ദ്രിക, എപ്പോഴേക്കാ യൂണിഫോം തയ്ച്ചു കഴിയുന്നത്? നാളെ തന്നെ തീരും സാർ. മറ്റന്നാൾ ഞങ്ങൾ ഡെലിവറി ചെയ്യാം സാർ. കൊള്ളാലോ, പറഞ്ഞ ഡേറ്റിന് തന്നെ എല്ലാം ശരിയായല്ലോ. വളരെ സന്തോഷമുണ്ട് ചന്ദ്രികയെ. ശരി, ഫോൺ വെക്കട്ടെ. ശരി സാർ. സിദ്ധുവും മഹേന്ദ്ര സാറും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാങ്കിളെ ഇങ്ങനെയാങ്കിളെ എന്നൊക്കെ സിദ്ധു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ട് വന്നത്. സിദ്ധു സാർ, എന്താ ചന്ദ്രികയെ? കളമശ്ശേരിയിലെ കറസ്പോണ്ട് വിളിച്ചിരുന്നു. ഓഹോ, എന്താ പറഞ്ഞത്? നമ്മൾ സ്കൂൾ യൂണിഫോം എപ്പോൾ കൊടുക്കുമെന്ന് ചോദിച്ചു. മറ്റന്നാൾ ഡെലിവറി ചെയ്യാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. സാർ, അതിനുള്ളിൽ തീരുമല്ലോ അല്ലേ? അതൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ ചന്ദ്രികയെ. താൻ പോയി ധൈര്യമായിട്ട് ജോലി ചെയ്യും. സിദ്ധുവിൻ്റെ ധൈര്യം കേട്ട് ചന്ദ്രികയും ലക്ഷ്മിയും ഒക്കെ ചിരിക്കുകയാണ്. ചന്ദ്രിക നേരെ സീറ്റിൽ പോയി വർക്ക് ചെയ്യാണ്. മുത്തശ്ശ, ഇത് എവിടെയാണ് വെക്കേണ്ടത്? മലർ വന്ന് ചോദിക്കുകയാണ്. അതവിടെ വെച്ച മോളെ. അപ്പോൾ ചന്ദ്രിക പറയാണ്, ചേച്ചിമാരെ, നിങ്ങളൊക്കെ എത്രയും നന്നായിട്ട് ജോലി ചെയ്തതുകൊണ്ടാണ് എല്ലാ യൂണിഫോമും നമുക്ക് സമയത്തിന് തന്നെ കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ അതിലുള്ള ഒരു സ്റ്റാഫ് പറയാണ്, ഈ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കാണ്. മേഡം എത്ര വലിയ ഓർഡർ കൊണ്ടുവന്നാലും ഒരു മടിയുമില്ലാതെ ഞങ്ങളത് ചെയ്യും. അത് കേട്ട് സിദ്ധു സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ചന്ദ്രിക പറയാ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ശരി എന്ന് പറഞ്ഞ് ചന്ദ്രിക പോവാണ് അവിടുന്ന്. സിദ്ധു, യൂണിഫോം എല്ലാം കൃത്യമായി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അങ്കിളെ, എല്ലാം ചെക്ക് ചെയ്തോണേ. സിദ്ധു ഓരോന്നും സെറ്റാക്കി വെക്കാണ്. ഇതൊരു സെറ്റ് എന്ന് പറഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിലേ. ഇതാ ഏട്ടാ. പിന്നെ ചന്ദ്രിക അമ്മയെ വിളിച്ച് പറയാണ്, അമ്മേ, ഇപ്പോഴാണ് അമ്മ എനിക്ക് സമാധാനമായത്. എല്ലാ യൂണിഫോമും കൃത്യമായിട്ട് തുന്നി തീർത്തു. അതേ ചന്ദ്രികയെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ചന്ദ്രികയ്ക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ലക്ഷ്മി ചോദിക്കാണ്, ആരാ ചന്ദ്രികയെ? നമസ്കാരം സാർ. എന്തായി, സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞോ? എല്ലാ യൂണിഫോമും തയ്ച്ച് കഴിഞ്ഞു സാർ. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഡെലിവറി ചെയ്യും. വെരി ഗുഡ്. പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ ഡെലിവറി ചെയ്യും എന്നല്ലേ? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ചന്ദ്രികയെ. അടുത്ത വർഷവും സ്കൂൾ യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് ഓർഡർ നിങ്ങൾക്ക് തന്നെയായിരിക്കും. അത് കേട്ട് ചന്ദ്രികയ്ക്ക് നല്ല സന്തോഷം തോന്നി. സാറ് പറഞ്ഞ ഈ ഒരു വാക്ക് മാത്രം മതി സാർ. ഒരുപാട് സന്തോഷമുണ്ട്. ശരി ചന്ദ്രികയെ, നാളെ തന്നെ യൂണിഫോം എല്ലാം കയറ്റി വിട്ടോളൂ. ശരി സാർ. ഓക്കെ, ശരി. നേരെ ചന്ദ്രിക അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, അച്ഛാ, കറസ്പോണ്ടൻ്റാണ് വിളിച്ചത്. അടുത്ത വർഷവും അവരുടെ ഓർഡർ നമുക്ക് തന്നെ തരും എന്നാണ് പറഞ്ഞത്. അത് കേട്ട് സിദ്ധുവും പറയാണ്, വാവ്. മഹേന്ദ്ര സാർ പറയാണ്, ഒരുപാട് സന്തോഷമായി മോളെ. അച്ഛാ, നമ്മൾ എല്ലാ ജോലിയും ചെയ്തു കഴിഞ്ഞു. അവസാനമായിട്ട് ഒരു പൂജ കൂടി ചെയ്തേക്കാം. മോളെ, ചെയ്യാലോ? അമ്മേ, ചേച്ചി, എല്ലാവരും വന്നോളൂ. എന്നാൽ ശരി, പോയിട്ട് വരാം. പിന്നെ എല്ലാവരും ധൃതി പിടിച്ച് പൂജ ചെയ്യാണ്. പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞ് എല്ലാവരും തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. സിദ്ധു മലറിനെ സന്തോഷത്തോടെ ചേർത്ത് നിർത്തി അടുപ്പിച്ച് പിടിക്കുകയാണ്. ഇപ്പോൾ സന്തോഷമായി മോൾക്ക്? വാ എന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോഴേക്കും ചന്ദ്രിക സ്റ്റാഫ്സിനൊക്കെ ചായയും ഒക്കെ കൊടുക്കുകയാണ്. പിന്നെ ചന്ദ്രിക പറയാണ്, അച്ഛാ, അമ്മേ, എന്നെ എല്ലാവരും അനുഗ്രഹിക്കണം. മനോഹരൻ പുറത്ത് നിന്നെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തരും തമ്മിൽ സംസാരിക്കുന്നതും മറ്റുമൊക്കെ. മഹേന്ദ്ര സാറ് ലക്ഷ്മിയോട് പറയാണ്, ദൈവാനുഗ്രഹം കൊണ്ട് ജോലിയൊക്കെ നന്നായി തീർന്നു. നാളെ രാവിലെ 10:30 മുതൽ 12 മണി വരെ നല്ല സമയമാണ്. ആ സമയത്ത് തന്നെ ബാക്കിയുള്ള യൂണിഫോം എല്ലാം വണ്ടിയിൽ കയറ്റാം. ശരി അച്ഛാ. അപ്പം മനോഹരൻ പുറത്തു നിന്നും
യൂണിഫോമൊക്കെ തുന്നി തീർത്തു അല്ലേ? തുന്നി തീർത്തിട്ട് പൂജ നടത്തുവാണോ? ഇതെങ്ങനെ ഡെലിവറി ചെയ്യുമെന്ന് ഞാനും കാണട്ടെ. ഇന്ന് രാത്രി തന്നെ എല്ലാ യൂണിഫോമും തീ കത്തിച്ച് ചാമ്പലാക്കി നാശമാക്കി തരാം. മഹേന്ദ്ര സാർ പറയാണ്, പകുതിയെ പാക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. എല്ലാവരോടുമായിട്ട് മഹേന്ദ്ര സാർ പറയാണ്, നാളെ കുറച്ച് നേരത്തെ ഇറങ്ങണേ. ഉറപ്പായിട്ടും വരാം സാർ. സിദ്ധു പറഞ്ഞ അങ്കിളേ, കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല സാറേ. കഴിഞ്ഞ തവണ എലികടിച്ച ഡ്രസ്സൊക്കെ കുറേ സ്പോയിലായിപ്പോയില്ലേ, അതുകൊണ്ട് ഇപ്പോൾ എലിവിഷം വെച്ചിട്ടുണ്ട്. ഇനി എലി വരാനുള്ള സാധ്യതയൊന്നുമില്ല. എല്ലാ ഡ്രസ്സസും സേഫാണെങ്കിലേ. ശരി, എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? ആ ചന്ദ്രികയെ തുണിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ കർപ്പൂരം ഇനി അണക്കാലോ? വേണ്ട സാർ, ഭഗവാന് സമർപ്പിച്ചത് അണക്കാൻ പാടില്ല. അതുകൊണ്ടൊന്നും സംഭവിക്കില്ല സാർ. അതെയോ? ശരി ചന്ദ്രികയെ. അങ്കിളെ പോവാം. എന്നാൽ പോയാലോ? മോളെ പോകാം എന്ന് പറഞ്ഞ് വർക്കെല്ലാം തീർത്ത് റെഡിയാക്കി വെച്ചിട്ട് എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങാണ്. അവിടെയുള്ള വാച്ച്മാനോട് മഹേന്ദ്ര സാർ പറയാണ്, എല്ലാം നന്നായിട്ട് ലോക്ക് ചെയ്യണേ. നമസ്കാരം സാർ. എല്ലാവരും നാളെ രാവിലെ നേരത്തെ വരണേ. ശരി സാർ, പോയിട്ട് വരാം. പോയിട്ട് വരൂ. അങ്ങനെ ഓഫീസ് ഒക്കെ കമ്പനിയൊക്കെ നന്നായിട്ട് അടച്ചു. എല്ലാവരും ഓരോ വഴിക്കേക്ക് ഇറങ്ങി. ശരി, സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്ര സാറും ലക്ഷ്മിയും മലരും ഒക്കെ വണ്ടിയിൽ കയറി. മറ്റുള്ളവരൊക്കെ പോവുകയും ചെയ്തു. എല്ലാവരും പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മനോഹരൻ ഫോണെടുത്തിട്ട് മേഘയെ വിളിക്കുകയാണ്. പറയാമ്മവാ, പറയാമ്മവാ. മേഘ എന്ന് പറഞ്ഞ് മനോഹരൻ എല്ലാം കൃത്യമായിട്ട് മൗനമായിട്ട് പറയാണ്. മേഘ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയാണ്, ശരി മോളെ. വാച്ച്മാൻ കുടിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയാണ്, കുടിക്ക്. നീ കുടിച്ചിട്ട് സ്മൂത്തായി കിടന്നാലേ എൻ്റെ കാര്യവും അതേപോലെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനോഹരൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ജനലിൻ്റെ കതകുമെല്ലാം തുറന്ന് അതിനുശേഷം ഒരു തീപ്പന്തം മാതിരി കത്തിച്ചു. അതിനുശേഷം അത് അങ്ങോട്ടേക്ക് ഡ്രസ്സിലേക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പുറത്ത് നിന്ന് കത്തുന്നത് കണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. എന്നിട്ട് മനോഹരൻ പറയാണ്, ചന്ദ്രികയെ, നീ കഷ്ടപ്പെട്ട് തുന്നിയതെല്ലാം കത്തിച്ചാമ്പലായിക്കൊണ്ടിരിക്കുക. മനോഹരൻ അത് നോക്കിയിട്ടൊരു ഭ്രാന്തനെ പോലെ ചിരിക്കുകയാണ്. കുടിച്ച് ലക്കി കെട്ട വാച്ച്മാൻ പെട്ടെന്ന് ഉറക്കം ഞെട്ടി നോക്കുന്ന സമയത്ത് തീ കത്തുന്നതാണ് കാണുന്നത്. അയ്യോ, ഇതെന്താ? അതിനകത്ത് തീ കത്തുകയാണല്ലോ. ഇതിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ, ഇതെങ്ങനെയുണ്ടായത്? അയ്യോ, തുണിയെല്ലാം കത്തി നശിച്ചല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അയ്യോ എന്ന് പറയാൻ നിലവിളിക്കുകയാണ്. സിദ്ധു ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ ചെയ്ത് റെഡിയാകാണ്. അപ്പോഴാണ് സിദ്ധുവിന് ഫോണിൽ ഒരു കോൾ വരുന്നത്. സിദ്ധു ഫോൺ എടുക്കുകയാണ്. അപ്പോൾ സിദ്ധു ഫോൺ തിരി പറയാണ്, പറഞ്ഞോളൂ സാർ, നമ്മുടെ ഫാക്ടറിയിലെ തുണിയെല്ലാം കത്തി നശിച്ചു സാർ. സിദ്ധു ഷോക്കടിച്ചതുപോലെയായി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി പറയുന്നത്? അതെ സാർ. എങ്ങനെയാ തീ പിടിച്ചതെന്ന് എനിക്കറിയില്ല. സാറ് പെട്ടെന്ന് വരണം. സിദ്ധുവിനെ സങ്കടത്തോടെ പറയാണ്, ഡെലിവറിക്ക് വെച്ച എല്ലാ തുണികളും കത്തിപ്പോയല്ലോ. ഇത് ഇപ്പോൾ ചന്ദ്രികയോട് പറഞ്ഞാൽ അവൾ എങ്ങനെ താങ്ങും? സിദ്ധു കരഞ്ഞ കണ്ണീരൊക്കെ തുടച്ച് വേഗം റെഡിയായി ഇറങ്ങാണ്. ചന്ദ്രികയും അച്ഛനും അമ്മയും മലരും ഒക്കെ റെഡിയായിട്ട് പോകാൻ വേണ്ടി ഷോപ്പിലേക്ക് ഇറങ്ങി വരികയാണ്, കമ്പനിയിലേക്ക്. അപ്പോഴാണ് അങ്ങോട്ട് പോയി സിദ്ധു വിളിക്കുന്നത്, ചന്ദ്രികയെ കണ്ടില്ലേ അച്ഛാ, നമ്മളെക്കാളും കൂടുതൽ സ്പീഡ് സിദ്ധു സാറിനാ. അവരെല്ലാവരും അതും പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധുവിന് ഭയങ്കര സങ്കടം വരികയാണ്. സിദ്ധുവിനെ കരഞ്ഞുകൊണ്ട് വിങ്ങിപ്പൊട്ടി പറയാണ്, അങ്കിളെ, ചന്ദ്രിക എല്ലാം പോയി. ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ, എന്ത് പറ്റി? എന്തിനാ ഇങ്ങനെ കണ്ണ് നിറയുന്നേ? സിദ്ധു, എന്താ മോനെ, എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെ കരയുന്നേ? അങ്കിളെ, നമ്മൾ ഡെലിവറിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരുന്ന എല്ലാ ഡ്രസ്സുകളും കത്തി നശിച്ചു അങ്കിൾ. ഇത് കേട്ട് പിന്നെ ചന്ദ്രികയും ലക്ഷ്മിയും ഒരേ സ്വരത്തിൽ എന്ന് പറയാണ്. മലരി പോലും അത്ഭുതപ്പെട്ടു. ചന്ദ്രിക ചോദിക്കുകയാണ്, എന്താ സാർ ഈ പറയുന്നേ? അതെ ചന്ദ്രിക, സെക്യൂരിറ്റി എന്നെ ഇപ്പം വിളിച്ചതേ ഉള്ളൂ. ഇനി എല്ലാവരും ഒരേ സ്വരത്തിൽ കരയാണ്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയില്ലല്ലോ. ശരി സിദ്ധു, നമുക്ക് ഫാക്ടറിയിലേക്ക് പോകാം. വരൂ അങ്കിളെ, വേഗം എല്ലാവരും വാ. അവിടെ ജോലി ചെയ്തിരുന്നവരൊക്കെ നേരത്തെ എത്തി. അവരും നെഞ്ഞത്തടിച്ചിട്ടും തലയ്ക്കടിച്ചിട്ടും ഒക്കെ കരയാണ്. അയ്യോ, എന്താ സംഭവിച്ചത്? എങ്ങനെയാ സംഭവിച്ചത്? എല്ലാവരും ഉറക്കം ഉളച്ച് ഇരുന്ന് ചെയ്തതാണല്ലോ. സാർ, മേഡം, എല്ലാ തുണിയും കത്തിപ്പോയി. അത് കേട്ട് ചന്ദ്രികയും മഹേന്ദ്ര സാറും ഉള്ളിലേക്ക് വേഗം പെട്ടെന്ന് തന്നെ ഓടിപ്പോവാണ്. എല്ലാം നശിച്ചു സാർ. അയ്യോ. വാച്ച്മാനോട് മഹേന്ദ്ര സാർ പറയാണ്, എങ്ങനെ ഇതെല്ലാം കത്തിപ്പോയത്? ഇതെല്ലാം കത്തിച്ചാമ്പലാകുന്നത് വരെ നീ എന്ത് ചെയ്യായിരുന്നു? സാർ, എന്നോട് ക്ഷമിക്കണം. ഇന്നലെ രാത്രി ക്ഷീണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി സാർ. രാവിലെ എണീറ്റ് വന്ന് നോക്കിയപ്പോൾ എല്ലാം കത്തിയിരുന്നു.
എല്ലാം കത്തി നശിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോഴേക്കും മഹേന്ദ്ര സാർ കൈ ഓങ്ങി അവനെ അടിക്കാനായിട്ട്. സിദ്ധുവിന് സഹിക്കാൻ കഴിയുന്നില്ല. അങ്കിളെ, എങ്ങനെ ഇതൊക്കെ ഇങ്ങനെയായത്? എല്ലാം ചെക്ക് ചെയ്തിട്ടില്ലേ നമ്മളെല്ലാം പോയത്? തീ പിടിക്കാൻ ഒരു ചാൻസും ഇല്ല. എൻ്റെ ദൈവമേ, എങ്ങനെയത് സഹിക്കുക എന്ന് പറഞ്ഞ് ഓരോരുത്തരും നിലവിളിക്കുകയാണ്. ചന്ദ്രിക പറയാണ്, സിദ്ധു സാർ, നമ്മൾ അവസാന നിമിഷം പൂജ ചെയ്തില്ലേ, അത് ഭഗവാൻ വെച്ച കർപ്പൂരം കത്തിത്തീർന്ന് താഴെ വീണതായിരിക്കുമോ? എല്ലാവരും പിന്നെയും നിലവിളിക്കുകയാണ്. അയ്യോ എന്താ ചെയ്യുക ഇനി, അയ്യോ എന്താ ചെയ്യുക, എന്താ സംഭവിച്ചത് എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ഇതാ, ഈ ചെക്കിൽ നിങ്ങൾക്ക് തരാനുള്ള ബാലൻസ് തുക എഴുതിയിട്ടുണ്ട്. ഓണർ പറയാണ്, വാങ്ങിച്ചോളൂ. ഇതാ. ചന്ദ്രിക അപ്പം പറയാണ്, എന്നോട് ക്ഷമിക്കണം സാർ. എന്താ ചന്ദ്രികയെ, എന്തിനാ കരയുന്നേ? സാർ, എന്നെ ഏൽപ്പിച്ച വിശ്വാസം ഞാൻ നശിപ്പിച്ചു സാർ. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്കൂൾ യൂണിഫോം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഡെലിവറി ചെയ്യാനായി റെഡിയാക്കി വെച്ചതാ. അപ്പോൾ ഭഗവാന് കത്തിച്ച കർപ്പൂരം വീണു, എല്ലാ യൂണിഫോമും കത്തി ചാമ്പലായി സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക വിങ്ങി കരയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായി വീണ്ടും കാണാം. അപ്പോഴേക്കും സി യു ഓൾ.